ഞാനിപ്പോൾ ശരിക്കും നിൽക്കുന്നത് നമ്മുടെ ഏറ്റവും ജനകീയനായിരുന്ന ലീഡർ കെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിലാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ മകൾ തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥിയാണെന്ന് നമുക്കറിയാം. ഈ സ്മൃതി മണ്ഡപത്തെക്കുറിച്ച് ആദ്യം വരും പത്മജ. ഗുഡ് മോർണിംഗ്. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? വെയിലിന്റെ കരുത്ത് എങ്ങനെയുണ്ട്? നല്ലോണ്ട് പൊള്ളും ഉച്ചക്കൊക്കെ ഇറങ്ങുമ്പോ. കാരണം ഞാനൊരു 1:30-2 മണി വരെ ഉണ്ടാവേ ഫീൽഡിൽ. ഏത് നട്ടപ്പാതിര കഴിഞ്ഞോ? അല്ല, ഇപ്പൊ ഉച്ചയ്ക്ക് അത് 11 മണിയാകുമ്പോ ഞാൻ രാത്രി തിരിച്ചു വരും. ഈ 36 ഡിഗ്രിയാണ് ഇവിടെ. എത്ര സെൽഷ്യസ്? 40 വരെ വന്നിട്ടുണ്ട്. മുഖസ്തുതി പറയല്ലേ കേട്ടോ, അതൊന്നും ഈ മുഖത്ത് ഏശിയിട്ടില്ല. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് പറഞ്ഞ മാതിരി. ഞാനും വിചാരിച്ചു അത് എന്താ എല്ലാവരും ഇങ്ങനെ എന്നിട്ട് ഞാൻ തന്നെ എന്റെ കണ്ണാടിയിൽ നോക്കും, എന്താ ഞാൻ കറക്കാത്തത്. ഞാൻ യഥാർത്ഥത്തിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നിറം മാറി കാണുമെന്ന്. കാര്യമായിട്ട് അത് ജനിച്ചപ്പോ കിട്ടിയതാ. അത് അതുകൊണ്ട് ലീഡറിന്റെ ഒരു ഇതായിരിക്കും അല്ലേ ഇത്? അച്ഛനും അങ്ങനെ തന്നെയാണ്. അച്ഛൻ ഒരിക്കലും കറുത്ത് കണ്ടിട്ടില്ലല്ലോ. മനസ്സിലും കറുപ്പില്ലായിരുന്നു. ഈ സ്മൃതി മണ്ഡപത്തെ കുറിച്ച് ഇത് അച്ഛനും അമ്മയും സ്ഥലമാണ്. ശരിക്കും ഈ പറയുകയാണെങ്കിൽ ഈ സ്ഥലം അച്ഛൻ്റെ ഏട്ടൻ അച്ഛന് കൊടുത്തതാ. അതായത് ഞങ്ങൾക്ക് ഈ 20 സെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ. 5 സെൻറ്റ് അച്ഛൻ അന്ന് കയ്യിൽ പൈസ ഇല്ലാത്തപ്പോൾ അച്ഛൻ്റെ ഏട്ടനാ സഹായിച്ചത്. അപ്പം അത് വാങ്ങിയപ്പോൾ അപ്പം അച്ഛൻ പറഞ്ഞു എങ്കിൽ ഏട്ടൻ്റെ പേരിൽ തന്നെ കിടക്കട്ടെ. പക്ഷേ എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പം വെല്ലിച്ചൻ പറഞ്ഞു നീ കിടക്കുന്നത് നിൻ്റെ മണ്ണിലാവണം. അതുകൊണ്ട് വെല്ലിച്ചൻ വെറുതെ എഴുതി കൊടുത്തു വെച്ചു. അവർ തമ്മിൽ 4 ബ്രദേഴ്സും ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതി കൊടുത്ത സ്ഥലത്താണ് അച്ഛനും അമ്മയും കിടക്കുന്നത്, അച്ഛൻ്റെ സ്ഥലത്ത് തന്നെ. ഡോക്ടർ വേണുഗോപാൽ ഇവിടെ അദ്ദേഹം ഇലക്ഷന് കൂടെ ഉണ്ടോ അതോ അദ്ദേഹം കുട്ടികളെ നോക്കി അവിടെ കൊച്ചിയിലാണ്? പക്ഷെ വെള്ളിയാഴ്ച ആകുമ്പോൾ ഇങ്ങോട്ട് വരും. അത് തിങ്കളാഴ്ച കാലത്ത് പോകും. വിളിച്ച് ചോദിക്കുന്നുണ്ടോ എന്തൊക്കെയാ സംഭവിക്കുന്നത്? അതൊക്കെ ഉണ്ട്. അത് ഒരു 4-5 പ്രാവശ്യം ചോദിക്കും. അപ്പോൾ നമ്മൾ ശരി മത്സരത്തിൽ നല്ല വാശിയുണ്ടല്ലോ. ഈ സ്ഥാനാർത്ഥികളൊക്കെ വളരെ പോപ്പുലറായ സ്ഥാനാർത്ഥികൾ എത്തണം. എങ്ങനെയുണ്ട് പത്മജ വേണുഗോപാലിൻ്റെ ഒരു സാധ്യത? അല്ല, ഇപ്രാവശ്യം എനിക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇത്രയും പ്രാവശ്യം ഇതായിട്ട് ശല്യപ്പെടുന്നുണ്ട്. മറ്റേ പാർട്ടി ആയിരിക്കും അത്. ഈച്ച പൊതുവെ ചക്കയും വാങ്ങണേ കാലല്ലേ, അതുകൊണ്ട് ഈച്ച ഉണ്ടാവും തൃശ്ശൂര്. അപ്പൊ നമുക്ക് അങ്ങോട്ട് അടക്കാം. ഇത്തവണ ഈ തൃശ്ശൂരിലെ മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ കാര്യം UDF LDF-ഉം എനിക്കൊന്ന് NDA-യും ഒരുപോലെ കളം നിറയുന്ന സംഭവം നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിലെ ഏറ്റവും വലിയ സംഭവം എന്താണ്? തൃശ്ശൂർ ഇവിടെ വികസനം ഇല്ല. നടന്നാലോ? ഇല്ല. നമുക്ക് ഈ പറഞ്ഞ മാതിരി എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ ഇവിടെ വികസനം ഇല്ലാത്ത കാര്യമാണ് എല്ലാവരും പറയണത്. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളും അവർക്ക് വളരെ കുറവാണ്. റോഡ് ഭയങ്കര ബ്ലോക്ക്, പിന്നെ തെരുവ് പട്ടികളുടെ ശല്യം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ തീർത്തിട്ട് വികസനത്തിൽ കയറിയിട്ട് കാര്യമുള്ളൂ. ഈ തൃശ്ശൂരിലെ മത്സരത്തിലേ ഈ പൂരം കലക്കൽ ഇവിടെ ഒരു വലിയ പ്രശ്നമായിരുന്നല്ലോ. ഇപ്പോൾ ഈ പൂരം വരാൻ പോകുന്നു. അപ്പോൾ ഈ കലക്കലൊന്നും വിവാദമായിട്ടില്ലല്ലോ ഇവിടെ അല്ലേ? ഇല്ല, ഇപ്രാവശ്യം ഒന്നുമില്ല. അങ്ങോട്ട് ആരും ചോദിക്കുന്നില്ല? ഇല്ല, അതിൻ്റെ കാര്യം ആരും ചോദിക്കുന്നില്ല. കാരണം അവർക്കൊക്കെ അറിയാം പൂരം ഏറ്റവും നന്നായി നടന്നിരുന്ന എൻ്റെ അച്ഛൻ്റെ കാലം. അച്ഛൻ പൂരം കമ്മിറ്റി ചെയർമാനാണ് എല്ലാ കൊല്ലവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നൊക്കെ നടന്നിരുന്നു. ഇപ്പോഴത്തെ ആൾക്കാർ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ജാതിയും മതവും അല്ലെങ്കിൽ തമ്മിലുള്ള ഫൈറ്റ് ഇതൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതൊക്കെ മാറ്റിയാലേ ഉള്ളൂ തൃശ്ശൂർ അതിൻ്റെ ഒരു ഭംഗിയിൽ പൂരം നടത്താൻ പറ്റുള്ളൂ. എക്കാലത്തും കെ കരുണാകരൻ എന്ന് പറയുന്ന വടവൃക്ഷത്തിന് കീഴിൽ തന്നെയാണ് പത്മജ വേണുഗോപാൽ. മാത്രമല്ല തൃശ്ശൂർക്കാർക്ക് മാളയിലെ മാണിക്യം, അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂരിൻ്റെ ആത്മാവ് അറിയാവുന്നൊരു നേതാവായിരുന്നു കെ കരുണാകരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിഴലിൽ അഭിമാനത്തോടെ നടക്കുന്ന ഒരാളാണ് താങ്കൾ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കെ കരുണാകരൻ്റെ സ്പർശം താങ്കൾക്ക് എങ്ങനെ അനുഭവപ്പെടും? അത് എവിടെ ചെന്നാലും ആൾക്കാർ പറയും അയ്യോ നമ്മുടെ ലീഡറെ മോളല്ലേ, എൻ്റെ അച്ഛനായിട്ട് അടുപ്പായിരുന്നു, എൻ്റെ മുത്തശ്ശനായിട്ട് അടുപ്പായിരുന്നു. ഇങ്ങനെ എവിടെ ചെന്നാലും അച്ഛൻ്റെ വിശേഷങ്ങൾ അവരാദ്യം പറയാം. പിന്നെ തൃശ്ശൂരുകാരാണ് ശരിക്കും ആൾക്കാരുമാണ് നേതാവേ എന്നുള്ള പേര് കൊടുത്തത്. അതാണ് പിന്നെ ലീഡറായിട്ട് മാറിയത്. അപ്പോൾ പണ്ട് ഇവിടെയൊക്കെ വരുമ്പോൾ ആൾക്കാർ പറയുന്നത് വിളിക്കുന്നത് നേതാവേ നേതാവേ എങ്ങനെയാണ് വിളിക്കായിരുന്നു. അത് പിന്നെ എനിക്ക് അറിയാമെന്നറിയില്ല. അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ സുഖം ഉണ്ടായി, അവരത് ഡീലർന്നാക്കി മാറ്റി. അതെ അതാരും വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ലീഡറെ നമുക്ക് വളരെ അടുത്തറിയാമായിരുന്നു. അപ്പോൾ ഈ എനിക്കൊന്ന് നമ്മൾ ഇത്തിരി രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ LDF ഉയർത്തുന്ന ഒരു പ്രശ്നം ഒരു സാംസ്കാരിക നായകനെ തൃശ്ശൂർ ലഭിച്ചു എന്നാണ്. അപ്പം പത്മജ വേണുഗോപാൽ ഒരു ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ തൃശ്ശൂരിലെ വോട്ടേഴ്സിനോട് പറയുന്നത് എന്താണ്? അല്ല, ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ആൾക്കാർക്ക് വികസനം തന്നെയാണ് വേണ്ടത്. ഒന്നുമില്ല അവിടെ. ഞാൻ കുട്ടിക്കാലത്ത് കഴിഞ്ഞ MLA ഒക്കെ കാര്യമായി പ്രവർത്തിച്ചില്ലെന്നാണോ പത്മജ പറയുന്നത്? തീരെ ഇല്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് സീറ്റ് പോലും അവർ കൊടുക്കാണ്ടിരുന്നത്. പിന്നെ ജനങ്ങളുടെ ഇടയിലും അയ്യോ അത് അയാൾ കിട്ടിയ വോട്ടല്ല ശരിക്ക്. സുരേഷ് ഗോപി വന്നുകൊണ്ട് നമ്മുടെ വോട്ടുകൾ കുറെ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഗുണമല്ല. അതിന് മുമ്പ് അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനം എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഞാനൊരു രഹസ്യം പറയാം.
അല്ല വേറെ എനിക്കങ്ങനെ വിമർശനം പറയാൻ താല്പര്യമില്ല. കാരണം എല്ലാവരും അവരുടേതായിട്ടുള്ള ഇതുണ്ട്. പിന്നെ ചെറിയ ഇതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റി. പിന്നെ സുരേഷ് ഗോപി വന്നതും ഒക്കെയാണ്. പിന്നെ നമ്മുടെ പാർട്ടി പ്രവർത്തകരുടെ കുറച്ച് കാലമായിരുന്നു. രണ്ടും കൂടിയായിട്ടാണ് വെറും 940 വോട്ടിനാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തോറ്റത്. ബാലേന്ദ്രൻ എൻ്റെ ഒരു ശിഷ്യനായിരുന്നു. എന്നെ കേരള കോളേജ് കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഓ ശരി. ബാലേന്ദ്രൻ നല്ല വിദ്യാർത്ഥിയായിരുന്നു, പറയണമല്ലോ. ഇപ്പോഴും ഒരു പുള്ളി ഇപ്പം എത്ര വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ഇപ്പം കണ്ടുമുട്ടി. ഇപ്പോഴും പുള്ളി ഒരു ശിഷ്യനെ പോലെ തന്നെ നിൽക്കും. എപ്പോഴും അങ്ങനെയാണല്ലോ ഒരു അധ്യാപകന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം വലിയ കാര്യം. എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി വരുന്നു, അത് ഒരുപക്ഷെ NDA-യിലേക്ക് BJP-യിലേക്ക് പ്രത്യേകിച്ച് പത്മജ പോയി കഴിഞ്ഞപ്പോൾ പത്മജയെ ഒതുക്കി കളഞ്ഞു എന്ന് പറഞ്ഞ എതിർ പാർട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് ഈ മണ്ഡലത്തിലേക്ക് നേരിട്ട് വരുന്നു. അതെ അതെ, അപ്പൊ തന്നെ അറിഞ്ഞൂടെ എന്നെ ഒട്ടുഒതുക്കിയിട്ടില്ല, എനിക്ക് തരുന്ന ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. അല്ല, എനിക്കൊന്ന് അദ്ദേഹം പത്മജ വേണുഗോപാൽ നിയമസഭയിൽ എത്തണമെന്ന് ആഗ്രഹിച്ച് തന്നെ വരുന്ന പോലെയുണ്ട്. കാര്യം അദ്ദേഹം 2 മണ്ഡലത്തിൽ മാത്രമേ പോകുന്നുള്ളൂ തോന്നുന്നു, അല്ലേ? പാലക്കാട് ശോഭാ സുരേന്ദ്രനാണ് അവിടെ, ഇവിടെ പത്മജ വേണുഗോപാലാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം എത്രമാത്രം താങ്കൾ ഗുണം ചെയ്യും? കാരണം അദ്ദേഹം വന്നു പോയി കഴിയുമ്പോൾ ഒരു ഓളമാണല്ലോ. അദ്ദേഹത്തിനോടാണ് ഇവിടുത്തെ ആളുകൾക്ക് ഞാൻ സംസാരിച്ചത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഭയങ്കര താല്പര്യമാണ് മോദിജി എന്ന് പറയുമ്പോൾ. അത് അവരെ കാണാൻ തന്നെ ഉണ്ടാവും, പെണ്ണുങ്ങളായിരിക്കും കൂടുതലെന്ന് എനിക്ക് തോന്നണേ. അപ്പം എല്ലാവരും വരുമ്പോൾ എപ്പോഴാണ് വരണേന്നാണ് അവർക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു താല്പര്യം തീർച്ചയായിട്ടും വോട്ടായി മാറും പ്രാവശ്യം. ഇത്തവണ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. കാര്യം ഈ വെയിലത്ത് ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിരുന്നത് പണിയല്ലേ? ഓക്കെ. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ മണ്ഡലത്തിന്റെ എല്ലാ സ്ഥലത്തും ഓടിയെത്താൻ പറ്റും? ഒരുവിധം എല്ലാം ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല, ഒരു 80% ഒക്കെ പറ്റും എനിക്ക്. അല്ല, ഈ വീടുകളിലേക്കൊക്കെ ചെല്ലുമ്പം വീട്ടമ്മമാരുടെ ഒരു പ്രതികരണം എങ്ങനെയാ? അയ്യോ ഭയങ്കര സ്നേഹ. എത്ര ആളായി ചേച്ചിനെ കണ്ടിട്ട്, എല്ലാവർക്കും പത്മേച്ചിയാണല്ലോ ഇവിടെ. ചേച്ചിനെ കണ്ടിട്ട് എത്ര കാലമായി. മറ്റേ ഞങ്ങൾ ഇപ്രാവശ്യം ചേച്ചിക്ക് വോട്ട് ചെയ്യുള്ളൂ കേട്ടാ, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്നാ പറയാറ്. ഈ തെരഞ്ഞെടുപ്പിലെ ഈ രാഷ്ട്രീയ രംഗത്ത് നിശ്ചിതമായ പ്രശ്നങ്ങൾ പത്മജ അവതരിപ്പിക്കുന്നുണ്ടോ, അതോ കുറച്ചുകൂടെ സ്നേഹവാത്സല്യങ്ങളിൽ ചൊരിയുന്ന അവരുടെ ഒരു സ്വന്തം ചേച്ചിയോ സഹോദരിയോ? രണ്ടുമുണ്ട്. ഇടയ്ക്ക് രാഷ്ട്രീയം പറയും. അല്ല, കൂടുതലും എനിക്ക് അവരെ കാണുമ്പോൾ രാഷ്ട്രീയം പറയാനല്ല തോന്നുന്നു, അവരുടെ സ്നേഹത്തിന് മറുപടി പറയാൻ നമുക്ക് സമയം കിട്ടില്ല സത്യം പറഞ്ഞാൽ. അത്രയും സ്നേഹമാണ്. പലരും വരണമെന്ന് കേൾക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എടുത്തു വയ്ക്കുക. പിന്നെ പലരുടെ വീട്ടിലാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ സ്നേഹിക്കുന്നവരുടെ വീട്ടിലില്ല. ഇവിടെ എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു വന്നായിരുന്നു നമ്മളൊക്കെ. അല്ല, ഇവിടെ എന്തായാലും ഭക്ഷണം ഞാൻ ഉണ്ടാക്കി വെക്കും. ഞാൻ നമ്മുടെ സ്നേഹിക്കുന്നവരുടെ വീട്ടിലാണ്. അപ്പൊ പോകുമ്പോ ഗ്യാസ് ഒക്കെ കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചോണം വീടുകളിലേക്ക്. അതെ, ഗ്യാസ് ഒക്കെ ഇവിടെ അത്യാവശ്യം കിട്ടും, വലിയ കുഴപ്പമില്ല. ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ഈ ഒരുപക്ഷെ കെ കരുണാകരന്റെ കളർ ഏറ്റവും നേരിട്ടറിഞ്ഞവരാണ് നിങ്ങൾ, കെ മുരളീധരനും പത്മജ വേണുഗോപാലും. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചൊരു രാഷ്ട്രീയ പാഠം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ? അല്ല, അച്ഛൻ ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ നിൽക്കുമ്പോൾ എതിരാളികളെ പറ്റിയും അവരുടെ കുടുംബങ്ങളെ പറ്റിയും ഒന്നും പറയരുത്. പിന്നെ നമ്മളൊരു വികസനത്തിന്റെ കാര്യത്തിൽ കയറുമ്പോൾ കറപ്ഷൻ ഇല്ലെങ്കിൽ ആരെയും പേടിക്കണ്ട, നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, തലകുനിയണ്ട. അല്ല, ഈ വ്യക്തിപരമായ വിമർശനം ഒഴിവാക്കണം എന്ന പാഠം അദ്ദേഹത്തിനാണോ പഠിച്ചത്? അതെ, അത് അച്ഛൻ്റെ. എന്തായിരുന്നു കെ കരുണാകരന്റെ ഈ കാര്യത്തിൽ നിലപാട്? അല്ല, അദ്ദേഹം പറയണത് ആരെയും പറയരുത്, അവരുടെ ഫാമിലിനെ ഒട്ടും പറയരുത്, അവരെന്ത് തെറ്റ് ചെയ്തു, അതാണ് അച്ഛൻ്റെ. അതുകൊണ്ട് ഇന്ന് വരെ അത് പാലിക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ നമ്മുടെ കേന്ദ്രമന്ത്രി കൂടിയായ MP സുരേഷ് ഗോപി സജീവമാണോ? ആണ്, അദ്ദേഹം വന്നിരുന്നു, കുടുംബയോഗമൊക്കെ വന്നിരുന്നു. ഇനിയിപ്പോൾ മറ്റന്നാൾ വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ വീണ്ടും കുടുംബയോഗം അദ്ദേഹം സ്ഥലത്തില്ല. ഇപ്പം ഇല്ല, ഇന്നില്ല. നമ്മുടെ ഈ ഇത്രയും ഒരു ത്രികോണ മത്സരത്തിന്റെ സ്വഭാവത്തിലേക്ക് തൃശ്ശൂർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും വളരെ വാശിയേറിയ പോരാട്ടം നടക്കുക. ആര് വാഴും ആര് വീഴും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അത്രയും മത്സരത്തിൽ നിൽക്കുമ്പോൾ അത് പത്മജ വേണുഗോപാൽ എന്ന NDA സ്ഥാനാർത്ഥിക്ക് ഒരു ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് പൊതുവെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ടെൻഷൻ ഇല്ലാണ്ട് ഒരു ഇലക്ഷൻ മത്സരിക്കുന്നത്. മറ്റേത് തങ്ങളെ കണ്ട വേറെ ആരണ്ടാ മത്സരിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു ടെൻഷനും ഇല്ല, അത് എൻ്റെ കൂടെ നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ ഒരു ഇതാണ്. ഞാനിപ്പോൾ രാത്രി വന്നാൽ എനിക്ക് കിടന്നുറങ്ങാൻ വേണ്ടു, ഒന്നിനെ പറ്റിയാലും നല്ല ഉറക്കം കിട്ടുന്നുണ്ടല്ലോ. നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. കാരണം പിന്നെ സ്ഥാനാർത്ഥികൾ കിട്ടുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം. അത് മാത്രമല്ല, ഇപ്പം നമ്മളൊരു കാര്യം പാർട്ടി പ്രവർത്തകരെ പറഞ്ഞ് ഏൽപ്പിച്ച പിറ്റേ ദിവസം കാലത്താകുമ്പോഴേക്കും അവരത് സോൾവ് ചെയ്യും. ചേച്ചി ധൈര്യമായിട്ട് കിടന്നോ, ചേച്ചി ഒരു ടെൻഷൻ എടുക്കരുത്, അതാണ് അവരുടെ. അതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ പത്മജയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വെല്ലുവിളിനെ പറ്റി ആലോചിച്ചിട്ടില്ല. കാരണം ഞാൻ പാർട്ടിക്കാർ പറയുന്ന ആ സ്ഥലങ്ങളിലൊക്കെ പോകും, പിന്നെ എല്ലാം നമുക്ക് അറിയുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് എന്നെ പരിചയപ്പെടുത്തേണ്ട. അതുകൊണ്ട് ഒരു വെല്ലുവിളി എനിക്ക് തോന്നിയിട്ടില്ല. ഇനി വോട്ടേഴ്സിനോട്, തൃശ്ശൂരിലെ വോട്ടേഴ്സിനോട്
അല്ല, ഇവിടെ അവർക്ക് എന്താവശ്യം അത് ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. അടിസ്ഥാന സൗകര്യങ്ങൾ നന്നാക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും എൻ്റെ ഒരു കയ്യൊപ്പ് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ എൻ്റെ ഒരു കയ്യൊപ്പ് ഉണ്ടാവും ഞാൻ പോകുന്നതിന് മുമ്പ്. ഈ പത്മജയ്ക്ക് ഇവിടുത്തെ തൃശ്ശൂരിൻ്റെ കുറേ ഒന്നും നടന്നില്ല എന്ന് പത്മജ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇവിടെ എന്ത് നടത്താൻ പറ്റും എന്നാണ് പത്മജയുടെ ഒരു ധാരണ? ഇവിടെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫുഡ് സ്ട്രീറ്റ് വരെ കൊണ്ടുവരും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ അപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇത് മുഴുവൻ. അതൊക്കെ ഇത്രയും നല്ലൊരു അപ്പം നമ്മൾ ഇന്ത്യയല്ല ഇന്ത്യക്ക് വെളിയിൽ പോകേണ്ടതാണ്. അതൊന്നും ആർക്കും അറിയില്ല. അപ്പം അവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും പിന്നെ ഇവിടെ വൈകുന്നേരങ്ങളിൽ ഒരു 6 മണി കഴിഞ്ഞാൽ തൃശ്ശൂർ ഉറങ്ങി. ഇവിടെ ഒന്നുമില്ല, എവിടെ പോകാനും ഇല്ല. കൊച്ചിയൊന്നും മാതിരിയല്ല, നേരത്തെ ഉറങ്ങും തൃശ്ശൂർ. പണ്ടേ അങ്ങനെയാ അല്ല, അതെന്താ കാരണം? ഒന്നുമില്ല, അവർക്ക് എവിടെയും പോകാനില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നൈറ്റ് ലൈഫ് വേണം. നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഇവിടുത്തെ സംസ്കാരത്തിന് പറ്റുന്ന രീതിയിൽ നൈറ്റ് ലൈഫ്. പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്ന് അവിടെ നിന്ന് ഒരു കാപ്പി കുടിക്കുക, അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസം ഈ അമ്പലങ്ങൾ ഇവിടെ കൂടുതലാണ്. അപ്പം നമുക്ക് ശരിക്കും കൊടുങ്ങല്ലൂർ തൊട്ട് ദക്ഷിണ കൈലാസമാണ്. അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ നല്ല പള്ളികളുണ്ട്, പിന്നെ മുസ്ലിം ചേരമാൻ പെരുമാളിൻ്റെ എല്ലാം കൂടി കണക്ട് ചെയ്ത് ഒരു ദിവസത്തെ ടൂറൊക്കെ വെച്ചാൽ ആളുകൾ ഇഷ്ടമായി. പിൽഗ്രിമേജ് ടൂറിസത്തിന് നല്ല സാധ്യതയുണ്ട്. അപ്പം പത്മജി എല്ലാ വിജയാശംസകളും നേരിടും. താങ്ക് യു. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങോട്ടാ? ഇനി ഈസ്റ്റ് മണ്ഡലത്തിലേക്കാണ്. സജീവായിക്കൊള്ളുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇനിയും കാണേണ്ടി ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലാണ്. തൃശ്ശൂർ വാശിയേറിയ പോരാട്ടമാണ്, എന്നാലും വലിയ ആത്മവിശ്വാസത്തിലാണ് പത്മജ വേണുഗോപാൽ. അപ്പോൾ കെ കരുണാകരൻ്റെ വീടാണിത്, മുരളി മന്ദിരമാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ലീഡർ എത്രയോ കാലം ജീവിക്കുകയും ഓക്കെ. അപ്പോൾ പത്മജ വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുന്നു. വണ്ടി കയറി കഴിഞ്ഞു, ഇനി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.